നേരെ ഷിരൂരിലേക്കാണ് പോകുന്നത്. അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഷിരൂരിൽ നാവികസേന അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. 3 പേരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 3 അംഗ സംഘം. ആവശ്യമെങ്കിൽ കൂടുതൽ സേനാ അംഗങ്ങൾ എത്തും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുരേഷ് ചേരുന്നു. സാരംഗ്, എന്താണ് ഏറ്റവും പുതിയ വിവരം അവിടെ നിന്ന് നൽകാനാവുന്നത്? മോദി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കാർവാർ MLA അടക്കമുള്ള ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് നേവി അടക്കമുള്ള ആളുകൾ ഇനി നാളെ തിരച്ചിലിന് വിശദമായി എത്തുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് അതിരാവിലെ തന്നെ ഇത്തരത്തിൽ കാർവാറിൽ നിന്നും നാവികസേന അംഗങ്ങൾ ഷിരൂരിലേക്ക് എത്തിയത്. ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. അവർ ഒരു തോണിയിലാണ് ഇപ്പോൾ 3 പേർ പോയി. അവർ പോയിന്റ് ചെയ്ത 4 പ്രധാനപ്പെട്ട മാർക്കുകളുണ്ട്. ആ ഒരു പോയിന്റുകളിലേക്ക് ചെന്ന് വീണ്ടും ഇത്തരത്തിൽ ലോഹ സാന്നിധ്യമോ മറ്റോ കണ്ടെത്താൻ സാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറച്ച് ഡിവൈസസ് ഒക്കെ തന്നെ കൊണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള ശ്രമമാണ്. ഇനി ശക്തമായിട്ടുള്ള ലോഹ സാന്നിധ്യമോ മറ്റോ കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ നാവികസേനാ അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പുഴയിലെ ഒഴുക്ക് ഇപ്പോൾ ആകെ തിരനിരപ്പ് താഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡെങ്കി ബോട്ട് ഇറക്കി പരിശോധന നടത്തുന്നതിൽ ഒരു പരിമിതി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ സ്വകാര്യ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയുടെ ഭാഗമായി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് നേവി കൂടി എത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ശക്തമായ ഒരു ലോഹഭാഗത്തിൻ്റെ സാന്നിധ്യം ഒരു സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഡൈവർമാർ, നേവിയുടെ തന്നെ ഡൈവർമാർ ഇവിടെ എത്തി പരിശോധന നടത്താനുള്ള സാധ്യതകൾ ഏറുകയാണ്. മോത്തി, ഈ നേവിയുടെ ഡൈവർമാർ എത്തുന്നതിനൊപ്പം തന്നെ ഈ ഗോവൻ കമ്പനിയുടെ ഡൈവർമാരും ഒപ്പം ദൗത്യത്തിൽ ഏർപ്പെടുമോ? ഗോവൻ കമ്പനിയുടെ ഗുജറാത്തിൽ നിന്നും വന്ന പ്രത്യേക പരിശീലനം നേടിയ ഡൈവർമാർ നിലവിൽ അതിരാവിലെ തന്നെ ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ എത്രയും പെട്ടെന്ന് തന്നെ, കാരണം നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇൻഷുർഡ് ആയിട്ടുള്ള ഡൈവർമാരാണ്. അത് മാത്രമല്ല അവർ അത്യാധുനിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കാതെ മറ്റ് ഓക്സിജൻ പമ്പ് ചെയ്തുകൊണ്ട് 20-25 മിനിറ്റ് വരെ പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിക്കിടന്നുകൊണ്ട് പരിശോധന നടത്താനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവരോടൊപ്പം തന്നെ കൃത്യമായി നമ്മൾക്ക് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ നമ്മൾക്ക് സാധിക്കുന്ന സേന കൂടി ഇത്തരത്തിൽ തിരച്ചിലിൻ്റെ ഭാഗമായി വീണ്ടും എത്തുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രീകൃതമായ ഒരു സംവിധാനം തിരച്ചിലിന് ഇന്ന് തൊട്ട് സാധ്യമാവും എന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉറപ്പ് യാഥാർത്ഥ്യമാവുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. മോദി, ഈ ഡ്രഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണോ സാരംഗ്? മൂത്തി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എൻ്റെ പിറകിലായിട്ടാണ് ഡ്രഡ്ജിങ്ങിൻ്റെ വെസൽ നിൽക്കുന്നത്. അതിനെ തൊട്ടപ്പുറത്തായിട്ട് അപ്പുറത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വഞ്ചിയിൽ പോയ നേവി ഉദ്യോഗസ്ഥർ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ അധികൃതരുമായൊക്കെ തന്നെ ചിലപ്പോൾ ആശയവിനിമയം നടത്തുന്ന സാധ്യതകളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് CP4 തിരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം ഇന്നലെ അവിടെ ആ ഒരു പ്രദേശത്ത് നിന്നാണ് മേജർ ജനറൽ ആയിരുന്ന ഇന്ദ്രപാലൻ കണ്ടെത്തിയ CP4 എന്ന പോയിന്റിൽ നിന്ന് സമീപത്ത് നിന്നാണ് ഇപ്പോൾ അസ്ഥി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കും കൂടുതലായി തിരച്ചിൽ കേന്ദ്രീകരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇന്ന് എന്തായാലും പ്രധാനമായും ആ 2 പോയിന്റുകൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേവി മാർക്ക് ചെയ്ത പോയിന്റും അതുപോലെ CP4 പോയിന്റ്, ഈ 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തിരച്ചിലുണ്ടാവുക. ഉച്ചയോടുകൂടി തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലൻ ഷിരൂരിൽ എത്തിച്ചേരും. സർക്യൂട്ട് ഹൗസിൽ നിന്നും നേരെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് റോഡ് മാർഗം എത്തിച്ചേരുമെന്നാണ് MLAയുടെ ഓഫീസിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് പാടെ തന്നെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഒരു യോഗം നടക്കും. അതിനുശേഷമായിരിക്കും ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഒരു പുതിയ ആക്ഷൻ പ്ലാൻ നടത്തേണ്ടതായിട്ടുണ്ടോ, ഇനി വീണ്ടും മാഗ്നറ്റിക് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു വ്യക്തത വരികയുള്ളൂ. മോത്തി, ശരി. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നാവികസേന അംഗങ്ങൾ 3 പേരടങ്ങിയ സംഘമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ സേനാംഗങ്ങൾ എത്തുമെന്നും പറയുന്നു.